ഒളിച്ചോട്ടം ആരെങ്കിലും ലൈവായി കണ്ടിട്ടുണ്ടോ? അതും CCTV ക്യാമറയിലൂടെ? എങ്കിലിതാ അഖിൽ എന്നാർഡിയുടെ ഭാര്യ ഒളിച്ചോടുന്ന രംഗമാണ് ഇവിടെ കാണുന്നത്. വൈറലായിക്കൊണ്ടിരിക്കുന്ന ന്യൂസ് ആയതുകൊണ്ട് മാത്രമാണ് ഇതിലൂടെ പ്രദർശിപ്പിക്കുന്നത്. അപ്പോൾ ഏതായാലും ഒന്ന് കണ്ടു നോക്ക് കാണാത്തവരുണ്ടെങ്കിൽ. അവളെ ഒന്നും പറയരുത്, പോയത് പോയി, അവൾക്ക് അതാകും ശരി. അഖിൽ എന്നാർഡിയുടെ ആദ്യ പ്രതികരണം. ഇൻഫ്ലുവൻസറും നടനുമായ അഖിൽ എന്നാർഡിയുടെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട് വാർത്തകളും ചർച്ചകളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. അഖിലും ഭാര്യയും വേർപിരിഞ്ഞെന്നും ആ ബന്ധം പിരിയാനുണ്ടായ സാഹചര്യവുമാണ് ആളുകളുടെ പ്രധാന ചർച്ചാ വിഷയം. ഈ ചർച്ചകളിൽ സത്യമുണ്ടെന്നാണ് അഖിലിൻ്റെ സുഹൃത്തും മുൻ ബിഗ് ബോസ് താരവുമായ സായി കൃഷ്ണ പറയുന്നത്. ഇരുവരുടെയും വിവാഹത്തിൽ പങ്കെടുത്ത വ്യക്തി എന്ന നിലയിൽ ഈ വാർത്ത തന്നെ ഞെട്ടിച്ചുവെന്നും ഇക്കാര്യം നേരിട്ട് സംസാരിച്ചപ്പോൾ ആരെയും കുറ്റപ്പെടുത്താൻ ഇല്ല എന്നായിരുന്നുമാണ് സായിയുടെ വാക്കുകൾ. ഇനി സായി കൃഷ്ണ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ. ഈ വിഷയം കുറച്ച് കടുത്തതാണ്, പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. ഇതൊക്കെ ആരുടെ ജീവിതത്തിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ്. അഖിൽ എന്നാർഡിയുടെ ഭാര്യ ഒളിച്ചോടിപ്പോയി. ഞാൻ ഇവരുടെ വിവാഹത്തിന് പോയ ഒരാളാണ്. 2021 മുതലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സുഹൃത്ത് ബന്ധവും അഖിലുമായി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഈ വാർത്ത കേട്ട സമയത്ത് വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു. എന്നാൽ അഖിൽ എന്നാർഡി അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളായിരുന്നില്ല വ്ലോഗായി ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ വീഡിയോസ് ഒരുപാട് നാളായി കാണുന്നുമുണ്ടായിരുന്നു. കണ്ടാൽ നല്ലൊരു ദമ്പതികൾ. ഈ വീഡിയോ എടുക്കുന്നതിന് മുൻപ് ഞാൻ അഖിലിനെ വിളിച്ച് സംസാരിച്ചിരുന്നു. ഓക്കെ ആയിരിക്കുക എന്നല്ലാതെ വേറെന്താണ് പറയാനുള്ളത്? അഖിൽ ആരെയും കുറ്റപ്പെടുത്തില്ല, അതാണ് അവൻ്റെ ക്യാരക്ടർ. ഈ കേസിലും അഖിലിന് പറയാനുള്ളത് പോയത് പോയി, കഴിഞ്ഞത് കഴിഞ്ഞു എന്നതാണ്. എൻ്റെ ഒരു അവസ്ഥ, ഇങ്ങനെയൊരു പ്രൊഫൈലാണ് എൻ്റേത്. വീഡിയോ ചെയ്യുക എന്നതാണ് എൻ്റെ ജോലി, വീഡിയോ ചെയ്തേ തരൂ. അത് അവനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഖിലിൻ്റെ കേസ് സോഷ്യൽ മീഡിയയിൽ ആദ്യം കണ്ടത് ആരുടെയും പേര് പറയാത്തൊരു പോസ്റ്റായിരുന്നു. അത് കണ്ട സമയത്ത് തന്നെ ആരെക്കുറിച്ചാണെന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ കമൻറ്റ് ബോക്സിൽ അഖിലിൻ്റെ പേര് പലരും പറയുന്നുണ്ടായിരുന്നു. രാത്രിയായപ്പോൾ അഖിലിൻ്റെ അടുത്തു നിന്നുള്ള ആളുകൾ എനിക്ക് വോയിസ് നോട്ടായി പലതും അയച്ചു. അവർക്കൊക്കെ ഇതൊരു ആഘോഷമായിരുന്നു. ഒരാളുടെ ജീവിതം തകരുമ്പോഴും ഒരുത്തൻ്റെ ഭാര്യ ഒളിച്ചോടുമ്പോഴുമുള്ള സന്തോഷം ഈ നാട്ടുകാർ ചിന്തിക്കട്ടെ. ഇവർക്കും ജീവിതത്തിൽ നാളെ ഇതുപോലെ സംഭവിച്ചാലെന്ന്. സോഷ്യൽ മീഡിയയിൽ പരിചിതമായ മുഖങ്ങളായതുകൊണ്ട് ഇവരുടെ ഒളിച്ചോട്ടവും പ്രശ്നങ്ങളും കുറച്ച് പക്വതയോടെ ഈ വീഡിയോ ചെയ്യുന്നവരൊക്കെ കൊടുക്കണം. വലിയൊരു ആൾക്കൂട്ടത്തിലേക്ക് വരാൻ മടിയുള്ള ക്യാരക്ടറാണ് അഖിൽ എന്നാർഡി. അവനത്ര ലൗഡല്ല. അങ്ങനെയുള്ള വ്യക്തികൾ നമ്മളെപ്പോലെ എല്ലാം തുറന്നു പറയണമെന്നില്ല. അതുപോലുള്ളൊരു മനുഷ്യന് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് എത്രത്തോളം അവരെ ബാധിക്കുമെന്ന് നമുക്കറിയാമല്ലോ. CCTV ഫുട്ടേജ് ആരൊക്കെയോ എടുത്ത് പുറത്തുവിടുന്നു. അവളുടെ ഇഷ്ടമുള്ള ആളുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അഖിൽ എന്നാർഡിക്ക് എന്താ പ്രശ്നമുള്ള രീതിയിലാണ് ഇപ്പോൾ ചർച്ച. പോലീസ് സ്റ്റേഷനിൽ ഈ കുട്ടി മൊഴി കൊടുത്തിരിക്കുന്നത്. അഖിലിന് വേറെ കുറച്ച് ബന്ധങ്ങൾ ഉണ്ടെന്നൊക്കെയാണ് കമൻറ്റുകൾ വരുന്നു. ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിയും കമൻറ്റുകൾ വരുന്നുണ്ട്. അതിൽ കൂടുതൽ ആളുകളും അഖിലിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. അവൾ വളരെ സന്തോഷത്തോടെ ജീവിച്ചവരാണ്, സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ്. ഈ കുട്ടിയുടെ വീടും അഖിലിൻ്റെ വീടും അടുത്തായിരുന്നു. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടാണ് പ്രണയത്തിലാവുന്നത്. അങ്ങനെ വീട്ടുകാർ വഴി സംസാരിച്ച് വിവാഹവും കഴിച്ചു. എന്നാൽ അഖിൽ ഒരു സോഷ്യൽ മീഡിയയിലും ഭാര്യയെക്കുറിച്ച് മോശം പറഞ്ഞിട്ടില്ല. ആ കുട്ടിയും അങ്ങനെ തന്നെയായിരുന്നു. മനുഷ്യരാണ്. യഥാർത്ഥ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഈ വിഷയം അറിഞ്ഞ ശേഷം അതായത് നമ്മുടെ സായി അഖിലിനെ വിളിച്ച് ഒരുപാട് ആശ്വസിപ്പിച്ചിരുന്നു. പക്ഷേ അവനോട് ബഹുമാനം തോന്നുന്ന കാര്യമുണ്ട്. സംസാരിക്കുന്നവർ സംസാരിക്കട്ടെ, പക്ഷേ അവളെ ഒന്നും പറയരുത്. അവൾ ചെയ്യാനുള്ളത് അവൾ ചെയ്തു. അവൾക്ക് അതാകും ശരിയായി തോന്നിയത്. ഇത്രയും വർഷം പ്രണയിച്ച ഒരാളെ വെറുതെയെങ്കിലും ആളുകൾ കുറ്റം പറയുന്നത് കേൾക്കാനായി സോഷ്യൽ മീഡിയയിലേക്ക് ഞാൻ വരുന്നില്ല. സംഭവിച്ചത് സംഭവിച്ചു, ഞാൻ തിരിച്ചു വരും. ഇതൊന്നും ഒരു അവസാനമല്ല. അടുത്ത ഓപ്ഷൻ എടുക്കുക, അതുമായി മുന്നോട്ട് പോവുക. ഇതാണ് അഖിൽ സായിയോട്, അതായത് എന്നോട് പറഞ്ഞത്. പറയുമ്പോൾ ചിലർക്ക് ഫീൽ ഉണ്ടാകും, പക്ഷേ ആ കുട്ടിയുടെ താല്പര്യമാണ് ആരുടെ ഒപ്പം പോവുക എന്നത്. ആ കുട്ടിക്ക് ബസ് കണ്ടക്ടറെയാണ് ഇഷ്ടപ്പെട്ടതിൻ്റെ അയാളുടെ പ്രൊഫഷൻ വെച്ച് അയാളെ തള്ളി പറയേണ്ട കാര്യമില്ല. അയാളുടെ ഫോട്ടോയും പുറത്തു വന്നിട്ടുണ്ട്. ഇത് അഖിൽ എന്നാർഡിയുടെ ഭാര്യയാണോ എന്ന് അയാൾക്ക് അറിയുമോ എന്ന് പോലും നമുക്കറിയില്ല. ഒരു ബന്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇരു വീട്ടുകാരോടും സംസാരിച്ച് നിയമപരമായി അത് അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ജീവനം കൊണ്ട് ഓടേണ്ട ടോക്സിക് റിലേഷൻ ആയിരിക്കണം. എൻ്റെ അറിവിൽ അങ്ങനെ ഒരു ടോക്സിക് റിലേഷൻ അതിൽ ഉണ്ടായിട്ടില്ല. ഇത് അപ്പുറത്തുള്ള ആളെ ഒന്നും അല്ലാതാക്കിയാണ് ഈ കുട്ടി ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. വളരെ മാന്യമായി ഈ ബന്ധം
അവൾക്ക് അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ ഓടിപ്പോകാൻ മാത്രം എന്ത് പ്രശ്നമാണ് ഉണ്ടായിരുന്നത് നമുക്കറിയില്ല. അവർക്ക് അവരുടെ ഭാഗമുണ്ടാകും, അത് ഞാൻ കേട്ടിട്ടില്ല. പോലീസ് സ്റ്റേഷനിലെ മൊഴിയായി എന്തോ പുറത്തു വന്നിട്ടുണ്ട്, അതും സത്യമാണോ എന്നറിയില്ല. ഏതായാലും ഞാൻ അഖിലിനോട് മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്. ഒന്നുമല്ലെങ്കിലും ഇത്രനാൾ നിന്നെ നോക്കിയ ആളിൽ ഒരു ബഹുമാനം കൊടുത്തിട്ട് ഇറങ്ങിപ്പോകണമെന്നായിരുന്നു. നാളെ അഖിൽ എന്നാട്ടി എന്തൊക്കെയാകും നേരിടേണ്ടി വരിക? ആ കുട്ടിക്കും ഇതേ അവസ്ഥ തന്നെയാകും ഉണ്ടാവുക. നമുക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ നാട്ടുകാർ ഇതൊക്കെ തന്നെയാവും പറയുക. ഇന്നും നാളെയും ഒക്കെയാണ് അഖിൽ നേരിടേണ്ടി വരുന്ന ബുള്ളിങ് ഉണ്ട്. നമ്മൾ എത്രയൊക്കെ വീഡിയോ ചെയ്താലും അതുണ്ടാകും. അഖിലൊക്കെ കാര്യങ്ങൾ പക്വതയോടെ നേരിടുന്ന ഒരാളാണ്. പക്ഷേ ആളൊരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ഈ സാഹചര്യം എങ്ങനെ അതിജീവിക്കുമെന്ന് അറിയില്ല. നാളെ കുട്ടി വരും, അവിടെ ഒരു ഭാഗം പറയും, അപ്പോൾ അത് വീണ്ടും ചർച്ചയാകും. ആ കുട്ടി എന്തിനെങ്ങനെയൊരു തീരുമാനമെടുത്തു എന്നതാണ് എന്നെ ചിന്തിക്കുന്നത്. ഇങ്ങനെ പോകുന്ന സായി കൃഷ്ണയുടെ വാക്കുകൾ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്? മേഘ NRT എന്നുള്ളത് മേഘ നായർ എന്നാക്കി ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഈ വീഡിയോയുമായി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് പെടുത്തൂ. ഇനി ഇങ്ങനെ അവരുടെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്, അത് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഷൂട്ട് ചെയ്ത് പബ്ലിക്കായി നമ്മൾ സോഷ്യൽ മീഡിയയിൽ പകർത്തുന്നത് ശരിയാണോ? എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂട്ടത്തിൽ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു.